കൊച്ചി ദേശീയപാതയിൽ തടിലോറി മറിഞ്ഞൊരു അപകടം ഉണ്ടായി. പാലാരിവട്ടത്തിനടുത്ത് ചക്കരപ്പറമ്പിലാണ് അപകടം നടന്നത്. ഈ സംഭവ സ്ഥലത്ത് നിന്ന് ശ്യാംകുമാർ നമുക്കൊപ്പം ചേരുന്നു. ശ്യാം, അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ശ്യാംകുമാർ, വിശദാംശങ്ങൾ. SKN ദേശീയപാതയിൽ വെണ്ണലയ്ക്ക് സമീപത്താണ് ബൈപ്പാസിൽ തടിലോറി മറിഞ്ഞ അപകടം ഉണ്ടായത്. ആ ദൃശ്യങ്ങളിൽ കാണാം, ലോറി ആ റോഡിന്റെ ഒരു ഭാഗത്തേക്ക് മറിഞ്ഞു കിടക്കുകയാണ്. തടിക്കഷ്ണങ്ങൾ ഇവിടെയൊക്കെ മറിഞ്ഞു കിടപ്പുണ്ട്. സർവീസ് റോഡിലേക്ക് പോലും തടിക്കഷ്ണങ്ങൾ മറിഞ്ഞു വീണ നിലയിലാണുള്ളത്. നിലവിൽ ഇപ്പോൾ ദേശീയപാതയിൽ എറണാകുളത്ത് നിന്ന് പാലാരിവട്ടം ഭാഗത്തേക്കുള്ള വശത്ത് വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഒരു വശത്തു കൂടി മാത്രമാണ് വാഹനങ്ങൾ കടന്നുപോകാൻ സാധിക്കുന്നത്. സർവീസ് റോഡിലടക്കം വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുകയാണ്. ആ ദൃശ്യങ്ങൾ കാണാം. ഈ തടി കഷ്ണങ്ങൾ പൂർണ്ണമായും ഇവിടെ നിന്ന് എടുത്തു മാറ്റിയാൽ മാത്രമാകും ഈ ഗതാഗതം പൂർവ്വസ്ഥിതിയിലാകുക. ഏതായാലും ഇനി ഫയർഫോഴ്സും ക്രെയിനും ഒക്കെ ഇവിടെ എത്തേണ്ടതുണ്ട്. നിലവിൽ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഈ റോഡിലുള്ളത്. അവരെ കൊണ്ട് ഈ ഗതാഗതം നിയന്ത്രിക്കാൻ സാധിക്കുന്നുമില്ല. ഏതായാലും വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് രാവിലെ തന്നെ കൊച്ചി നഗരത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. ലോറി ഈ റോഡിന്റെ ഒരു വശത്തേക്ക് ചേർന്ന് കിടക്കുകയാണ്. ഏതായാലും നിയന്ത്രണം വിട്ട് അമിത ഭാരമായിരുന്നു അപകട കാരണമെന്ന് ഉൾപ്പെടെയുള്ളത് പോലീസുകാരോട് ചോദിക്കേണ്ടിയിരിക്കുന്നു. നിയന്ത്രണം വിട്ട് ലോറി ഇവിടെ ഇങ്ങനെ മറിഞ്ഞു കിടക്കുകയാണ്. ഈ റോഡിൽ കാണാം, ദേശീയപാതയിലൂടെ വാഹനങ്ങൾ ഒരു വരിയായി മാത്രമാണ് പോകുന്നത്. ഭാരമേറിയ വാഹനങ്ങൾ ഉൾപ്പെടെ വന്നു കഴിഞ്ഞാൽ ഈ റോഡിലൂടെ കടന്നു പോകാനും സാധിക്കില്ല. ആ രീതിയിലാണ് അപകടം ഉണ്ടാവുകയും ലോറി ഇവിടെ കിടക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ക്രെയിൻ എത്തിച്ച് മാത്രമേ ഈ ലോറി ഇവിടെ നിന്ന് എടുത്തു മാറ്റാൻ സാധിക്കുകയുള്ളൂ. അതിനു പുറമെ ഇവിടെ ഈ തടിക്കഷ്ണങ്ങൾ ഉൾപ്പെടെ മാറ്റുകയും ചെയ്യണം. വലിയ ഗതാഗത കുരുക്കാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഗതാഗതം നിയന്ത്രിക്കുന്നുണ്ട്. ഏതായാലും ക്രെയിൻ ഉൾപ്പെടെ ഇവിടെ എത്തിക്കേണ്ടതുണ്ട്. റോഡിലേക്ക് പോലും വലിയ തടിക്കഷ്ണങ്ങൾ കിടക്കുകയാണ്. ഏതായാലും അല്പസമയത്തിനകം തന്നെ അതിനുള്ള നടപടികൾ ആരംഭിക്കുന്നു കരുതാൻ. രാവിലെ ഏറ്റവും തിരക്കുള്ള കൊച്ചി നഗരത്തിലെ സമയത്ത് തന്നെയാണ് ഈ റോഡിൽ ഈ അപകടം ഉണ്ടാകുകയും ഗതാഗതത്തിന് വലിയ ഗതാഗത കുരുക്ക് ഉണ്ടാകുകയും ചെയ്തത്. യാത്രാ ബസ്സുകളടക്കം ഇടറോഡുകളിലൂടെയൊക്കെ കയറ്റിവിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയ ഗതാഗത തടസ്സമാണ് ഇപ്പോൾ SKN ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചി ദേശീയപാതയിൽ തടിലോറി മറിഞ്ഞ അപകടം ഉണ്ടായി. ശ്യാംകുമാറാണ് റിപ്പോർട്ട് ചെയ്തത്.